Next topic, we discuss here nutrition. What is nutrition? Nutrition may be defined as the science of food and its relationship to health. The Council of Food and Nutrition of the American Medical Association defines nutrition as a science of food, nutrients, and substances therein, their action, interaction, and the balance in relation to health and diseases, and the process by which the body ingests, digests, absorbs, transports, utilizes, and excretes food substances. എന്താണ് ന്യൂട്രീഷൻ അല്ലേ? ഈസ് എ സയൻസ് ഓഫ് ഫുഡാണ് അല്ലേ? ഡിഫൈൻഡ് ആസ് എ സയൻസ് ഓഫ് ഫുഡ് ആൻഡ് റിലേഷൻ ടു ഹെൽത്ത്. അത് ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അല്ലേ? ന്യൂട്രീഷൻ എന്താണ്? ന്യൂട്രീഷൻ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് സയൻസ് ഓഫ് ഫുഡാണ്. ദ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഓഫ് ദ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ഡിഫൈൻസ് nutrition as a science of food, nutrients ആണ്, and substances വസ്തുക്കളാണ് അല്ലെ? സബ്സ്റ്റാൻസസ് their action, interaction, അതിൽ ഉണ്ടാക്കുന്ന ആക്ഷൻ, ഇൻട്രാക്ഷൻ ആൻഡ് ബാലൻസ് ഇൻ റിലേഷൻ ടു ഹെൽത്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ആൻഡ് ഡിസീസസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഹെൽത്തും ഡിസീസുമായി റിലേറ്റ് ചെയ്ത കാര്യമാണ്. ആൻഡ് ദ പ്രോസസ് ബൈ വിച്ച് ദ ബോഡി ഇൻജസ്റ്റ്, അതായത് ഇൻടേക്ക് ചെയ്യുന്നത്, ബോഡി നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ, അത് ഇൻജസ്റ്റ് ചെയ്യുന്നത്, പിന്നെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഡൈജഷൻ അബ്സോർബ്, പിന്നെ ഡൈജഷൻ മൗത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റൊമക്കിൽ പോയിട്ട് ഡൈജസ്റ്റ് ചെയ്യും. അബ്സോർബ് നമ്മളെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യും. ഏത് വഴി? ത്രൂ ബ്ലഡ് വഴി അബ്സോർബ് ചെയ്യും. ഈ സ്റ്റൊമക്കിൽ നിന്ന് അബ്സോർബ് ചെയ്യും, എന്നിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ന്യൂട്രീഷൻസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, പ്രോട്ടീന്, മിനറൽസ്, വൈറ്റമിൻസ്, വാട്ടറൊക്കെ എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ചെയ്യും. ത്രൂ ബ്ലഡിലൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. പിന്നെ യൂട്ടിലൈസ് ചെയ്യും, അത് ശരീരത്തിലെ ആവശ്യമുള്ള മേഖലകളിൽ സെൽസിൽ യൂട്ടിലൈസ് ചെയ്യും. ആൻഡ് എക്സ്ക്രീറ്റ് ഫുഡ് സബ്സ്റ്റാൻസസ് എന്ത് ചെയ്യും? ആ വേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് സബ്സ്റ്റാൻസസ് മൊത്തം, ഫുഡിൻ്റെ വേസ്റ്റ് മൊത്തം പുറന്തള്ളും ചെയ്യും ശരീരത്തിൽ നിന്ന്. പ്രോട്ടീന് നമ്മൾ ശരീരത്തിൽ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ മാത്രമേ എടുക്കുള്ളൂ, ബാക്കിയൊക്കെ എക്സ്ക്രീറ്റ് ചെയ്യും, പുറന്തള്ളും കേട്ടോ. Nutrients are the chemical substances in food that nourish the body by providing energy, building materials, and factors to regulate needed chemical reactions. Nutrients come from food. Nutrients are the nourishing substances in food that are essential for the growth, development, and the maintenance of the human body. Nutrients are the chemical substances. കെമിക്കൽ സബ്സ്റ്റാൻസസ് ആണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്നത് ഓരോ കെമിക്കൽ സബ്സ്റ്റാൻസസ് ആയിട്ടാണ് വരിക. ഇൻ ഫുഡിലുള്ള കെമിക്കൽ സബ്സ്റ്റാൻസ് നൗറിഷ് ദ ബോഡി ബൈ പ്രൊവൈഡിങ് എനർജി. അത് ഈ ബോഡീനെ നൗറിഷ് ചെയ്യുന്നു, എന്നിട്ട് എനർജി നമുക്ക് നൽകുന്നു. ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ന്യൂട്രീഷനിൽ ബന്ധപ്പെട്ട ബിൽഡിംഗ് മെറ്റീരിയൽ ഇതാണ്. ഏത്? പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൽ ബിൽഡിംഗ് മെറ്റീരിയൽ. ആൻഡ് ഫാക്ടേഴ്സ് റെഗുലേറ്റ് നീഡ് കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ മിനറൽസും അതുപോലെ വൈറ്റമിൻ ആവശ്യമാണ്. ന്യൂട്രീൻസ് കം ഫ്രം ഫുഡ് എന്ന് വരുന്നത്. ന്യൂട്രീൻസ് ആർ ദ സബ്സ്റ്റൻസസ് ഇൻ ഫുഡ് ദാറ്റ് ആർ എസെൻഷ്യൽ ഫോർ ഗ്രോത്തിന്, വളരെ ആവശ്യമായിട്ട് ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. വാട്ട് ഈസ് കലോറി? കലോറി ഈസ് എ യൂണിറ്റ് ഓഫ് എനർജി. എനർജിൻ്റെ ഒരു യൂണിറ്റ് ആണ്. കലോറി can define the amount of heat needed to raise the temperature of 1 gram of water to 1 degree centigrade. 1 gram വാട്ടറിനെ 1 സെൻറ്റിഗ്രേഡ് ഉയർത്താൻ വേണ്ട ഹീറ്റിനെയാണ് കലോറി എന്ന് പറയുന്നത്. കലോറി, the amount of heat needed to raise the temperature of 1 gram of water to 1 degree centigrade. അത് 10 ഡിഗ്രിയുള്ള സെൻറ്റിഗ്രേഡിലുള്ള വെള്ളത്തെ 15 ഡിഗ്രി ആക്കുന്ന പ്രവർത്തനത്തെയാണ് എന്ത് പറയുന്ന പ്രവർത്തനത്തിൻ്റെ ഉപയോഗിക്കുന്ന ചൂടിൻ്റെ എമൗണ്ടിനാണ് കലോറി എന്ന് പറയുന്നത് അല്ലേ? ഫിസിക്സുകാർക്കൊക്കെ അറിയാം കലോറി എന്താണ് അല്ലേ? ദിസ് ഈസ് എ യൂണിറ്റ് ആണ് അല്ലേ? ഓക്കെ. ദ കാറ്റഗറീസ് ഓഫ് ന്യൂട്രിയൻസിൻ്റെ കാറ്റഗറി. ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 6 കാറ്റഗറി. കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ്, വാട്ടർ. ഈ 6 കാറ്റഗറീസ് ഓഫ് ന്യൂട്രിയൻസ്. നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം.
Carbohydrates. Carbohydrates are the chemical compound containing carbon, hydrogen, and oxygen. The chemical compound containing carbon, hydrogen, and oxygen. Carbon, hydrogen, oxygen ഒരു കോമ്പണൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്. ദേ ആർ ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി ഇൻ ദ ഡയറ്റ്. ഏറ്റവും എനർജി നൽകുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഡയറ്റിൽ. ദേ ആർ broken down and energy released on which all the activity of life are dependent. ഈ എനർജി നമ്മൾ ബ്രോക്കൺ ഡൗൺ ചെയ്ത് ശരീരത്തിന് അതിലാണ് മൊത്തം എനർജി റിലീസ് ചെയ്യുന്നതും നമ്മുടെ ലൈഫിൽ ആക്ടിവിറ്റിയിൽ വരുന്ന എനർജിയൊക്കെ ലഭിക്കും. കാർബോഹൈഡ്രേറ്റ്സ് ആർ ദ എനർജി ഈൽഡ് ഫുഡ്. കാർബോഹൈഡ്രേറ്റ്സ് ആണ് എനർജി ഈൽഡ് ഫുഡാണ്, എനർജി നൽകുന്ന ഫുഡാണ്. ഇന്ത്യൻ ഡയറ്റ്സ് contain potentially higher quantity of carbohydrates and much less of the protein. ഇന്ത്യൻ ഫുഡിന് പ്രത്യേകം ഡയറ്റിൽ ഹയർ ക്വാണ്ടിറ്റി ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് കൂടുതലുള്ളത്, പിന്നെ പ്രോട്ടീൻ വളരെ കുറവും ആണെന്നാണ് ഇന്ത്യൻ ഡയറ്റിൽ. കാരണം റൈസ്, പിന്നെ വീറ്റ്, ഗോതമ്പ്, അതുപോലെ അത്തരത്തിലുള്ള ഇതാണ് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് വരുന്നത്. വൈറ്റ് കളറുള്ള വരുന്നതൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഈ ഇന്ത്യയിൽ നമ്മൾ ഫുൾ അരി ഭക്ഷണമാണ് അധികം കഴിക്കല്. രാവിലെ അരി, ഉച്ചക്ക് അരി, രാത്രി അരി. ആ ഭക്ഷണം കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ കുറേ ദോഷങ്ങളുണ്ട്, പക്ഷേ എനർജി കൂടുതൽ നൽകുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. Carbohydrates can be classified as simple carbohydrates, complex carbohydrates. According to number of saccharides, glucose presence. The complex carbohydrates are monosaccharides. It is simple sugar, glucose, fructose, and lactose are monosaccharides. ജസ്റ്റ് നിങ്ങൾ അറിവിലേക്കായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. Disaccharides. It is double sugar. Sucrose, table sugar, maltose, and lactose are disaccharides. Polysaccharides. This consists of more than two sugar starch, glycogen, cellulose are polysaccharides. ഇത് അടുത്ത പറഞ്ഞ പോയിന്റ് മഞ്ഞ കളറിൽ അടയാളപ്പെട്ടു. 1 gram of carbohydrates can generate 4.2 calorie of energy and contribute 50 to 55% of body requirement. 1 gram of carbohydrates can generate 4.2 കലോറിയാണ്. 1 gram കാർബോഹൈഡ്രേറ്റ്സ് എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുമ്പോൾ 4.2 കലോറി ജനറേറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് 50 to 55% ഓഫ് ബോഡി റിക്വയർമെൻറ്റ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഫുഡിലെ ആവശ്യമായ കാര്യങ്ങളിൽ ശരീര ഫുഡിലേക്ക് എന്ത് വേണം, 50 മുതൽ 55% ആണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആവശ്യമായി വരുന്നത്. ബാക്കിയൊക്കെ വേറെ പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ് അങ്ങനെയൊക്കെ വരുന്നത്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർ ഭക്ഷണത്തിൽ 80-85% കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് യൂസ് ചെയ്യുക അല്ലേ. നമ്മൾ 3 നേരം അരി ഭക്ഷണമൊക്കെ കഴിച്ചാൽ 80-85% വരും. The fats. Next point, fat ആണ് second point. Fats are also considered as energy given foods and can be stored in the form of adipose tissue in the body in large. Like carbohydrates, fats are composed of carbon, hydrogen and oxygen, but in different proportion. ഇതിലും കാർബണും ഹൈഡ്രജനും ഓക്സിജനും, പക്ഷേ proportion difference ആണ് എന്നുള്ളത്. Different proportions. Fat molecules are made up of 2 different group of atoms ആണ്, namely fatty acid and glycerol. Saturated and unsaturated are the term used to describe the fatty acids. Fats are also considered as energy giving food and can be stored in the form of adipose tissue in the body in large. Fat നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ അഡിപ്പോസ് ടിഷ്യൂ ഉണ്ട് ശരീരത്തിൽ. അതിലാണ് നമ്മളെ ആവശ്യമില്ലാത്ത, നമ്മൾ ശരീരം യൂസ് ചെയ്യാത്ത ഫാറ്റ് എന്ത് ചെയ്യും, അഡിപ്പോസ് ടിഷ്യൂവിൽ അടിഞ്ഞു കൂടുകയും, അതുപോലെ കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ തന്നെ ശരീരം യൂസ് ചെയ്യാത്ത അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അഡിപ്പോസ് ടിഷ്യൂവിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. ദ അക്യൂമുലേഷൻ ഓഫ് അഡിപ്പോസ് ടിഷ്യൂ ആണ് സിവിയർ ഇതാണ്. നമ്മളെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്ന ആൾക്കാരെ, നമ്മളെ തടിയുള്ള ആളുകൾ, ഫാറ്റ് പേഴ്സൺ എന്നൊക്കെ പറയും അല്ലേ. ലൈക്ക് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് ആർ
composed of carbon, hydrogen and oxygen. But in different proportion ആണ് carbon, hydrogen, oxygen ഉള്ളത്. Fat molecules are made up of two different group of atom. രണ്ട് different group of atom ഉണ്ടാണ്, namely fatty acid, glycerol. Saturated and unsaturated are the terms used to describe the fatty acid. Fatty acid നെ describe ചെയ്യാൻ saturated and unsaturated രൂപത്തിലാണ് ഫാറ്റിനെ describe ചെയ്യുന്നത്. 1 gram of fat can generate 9.5 calorie of energy. 1 gram ഫാറ്റിനെ എന്ത് ചെയ്യും? 9.4 കലോറി ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഒരു ഫാറ്റിന്. ആൻഡ് ദ കോൺട്രിബ്യൂഷൻ to 25 to 30% of the body requirement. നമ്മുടെ ശരീരത്തിന് 25% മുതൽ 30% വരെ ഫാറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. നെക്സ്റ്റ് വൺ, പ്രോട്ടീൻസ്. Proteins are essential for growth and repair of the tissues of the body and also for body defense. Daily requirement of protein for adult are about 1 gram per kilogram body weight. Main function of the protein is the growth of the body tissue. Protein, like carbohydrates and fats, contain nitrogen in addition to carbon, hydrogen and oxygen. During starvation, protein also serves as the energy yield fuel. 1 gram of protein can generate 5.65 calorie of energy and contribute 12 to 20% of body requirement. പ്രോട്ടീൻസ് ആർ വളരെ നമ്മളെ ഫുഡിൽ ഏറ്റവും കുറവുള്ളത് പ്രോട്ടീനാണ് കഴിക്കുന്ന ഫുഡിൽ അല്ലേ. സാധാരണ ഇന്ത്യൻ ഡയറ്റിൽ കുറവ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് ആർ എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ദ ടിഷ്യൂ ഓഫ് ദ ബോഡി ആൻഡ് ആൾസോ ഫോർ ബോഡി ഡിഫെൻസ്. നമ്മൾ പ്രോട്ടീനാണ് നമ്മളെ റിപ്പയർ, ശരീരത്തെ റിപ്പയർ, സെല്ലിനെ റിപ്പയർ, ടിഷ്യൂവിനെ റിപ്പയർ ചെയ്യുന്നത്, സെല്ലിനെ റിപ്പയർ ചെയ്യുന്നതും അതിൻ്റെ മസിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതൊക്കെ പ്രോട്ടീനാണ്. നിങ്ങൾ ജിംനാഷ്യത്തിൽ ഉള്ള ആളുകളൊക്കെ പ്രോട്ടീൻ ചെയ്യുന്നുണ്ടാവും, പ്രോട്ടീൻ പൗഡറൊക്കെ അടിച്ച് കയറ്റിയിട്ടാണ് ചെയ്യാറ്. അപ്പം എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കും എന്തിനും പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തെ മസിൽസ് വലുതാക്കുന്നത്, എന്ത് റിപ്പയർ ഉണ്ടാകുന്നത്, ബിൽഡ് ചെയ്യുന്നതൊക്കെ പ്രോട്ടീൻ സഹായത്തോടെയാണ്. ബാക്കി ഫാറ്റ് അതുപോലത്തെ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ എന്താണ്? എനർജിയാണ് കൊടുക്കുക. ഇത് നമ്മളെ മസിലിനെ ഡെവലപ്പ് ചെയ്തിരുന്ന ടിഷ്യൂവിനെ ഡെവലപ്പ് ചെയ്യാൻ റിപ്പയർ ചെയ്യുന്നത്, പരിക്ക് പറ്റിയ നമ്മുടെ ശരീരത്തിൽ പരിക്ക് പറ്റിയതൊക്കെ റിപ്പയർ ഒക്കെ ചെയ്യുന്നത് പ്രോട്ടീനാണ്. ഡെയിലി റിക്വയർമെന്റ് ഓഫ് പ്രോട്ടീൻ ഓഫ് അഡൾട്ട് ആർ അബൌട്ട് 1 gram per kilogram ബോഡി വെയിറ്റ്. ഇപ്പോൾ ഒരു 70 കിലോ ഉള്ള ഒരാൾക്ക് 70 gram പ്രോട്ടീൻ ഡെയിലി വേണം. മെയിൻ ഫങ്ഷൻ ഓഫ് ദ പ്രോട്ടീൻ ഈസ് ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി ടിഷ്യൂ. നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പ്രോട്ടീൻ അൺലൈക്ക് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് കണ്ടെയ്ൻ. ഇതിൽ മറ്റേ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫാറ്റിൻ്റെ അതുപോലെ തന്നെ ഫാറ്റിനും കാർബൺ ഹൈഡ്രേറ്റ്സിനും ഓക്സിജൻ ഉള്ളത്. ഇതിന് പുറമെ നൈട്രജനും കൂടി ഉണ്ടാവും. അതിൻ്റെ ഈ നാലിനത്തിന് കോമ്പൗണ്ടാണ് പ്രോട്ടീൻ. ഡ്യൂറിങ് സ്റ്റാർവേഷൻ പ്രോട്ടീൻസ് ആൾസോ സെർവ് ആസ് ദ എനർജി ഇൽഡ് ഫ്യൂൾ. ഇപ്പം നമ്മളിത് എനർജി നൽകുന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ഡ്യൂറിങ് സ്റ്റാർവേഷൻ പട്ടിണി എടുക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും? ഈ പ്രോട്ടീൻ നമ്മൾ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും? അത് എനർജി ആയിട്ട് മസിൽ ഡെവലപ്മെൻറ്റിന് എല്ലാം പോവുക, എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. 1 gram ഓഫ് പ്രോട്ടീൻ ക്യാൻ ജനറേറ്റ് 5.65. ഇത് സാധാരണ ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാറുണ്ട്. 1 gram ഓഫ് പ്രോട്ടീൻ ക്യാൻ ജനറേറ്റ് 5.65 കലോറി ഓഫ് എനർജി ആണ്. നമ്മൾ ഡെയിലി മനുഷ്യ ശരീരത്തിൽ 12 to 20% ഓഫ് ബോഡിയിൽ നമുക്ക് 12 to 20% പ്രോട്ടീന് നമുക്ക് ശരീരത്തിന് ആവശ്യമായി വരുന്നത്. നമ്മളെ കാർബോഹൈഡ്രേറ്റ്സ് എത്ര വരുന്നത് 50 to 55, ഫാറ്റ് വരുന്നത് 25 to 30, പ്രോട്ടീൻ വരുന്നത് 12 to 20 അല്ലേ. ഓക്കെ, നമുക്ക് വൈറ്റമിൻ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.